ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാറി. എന്തുകൊണ്ട് മാറി എന്നുള്ളതിന് ഞാൻ വിശദീകരണങ്ങൾ തരാനുള്ള ഒരു സമയം ഇപ്പം എനിക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം. മോദിയുടെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്ത്രീകളോട് കാണിക്കുന്ന ബഹുമാനവും ഇതെല്ലാം ഞാൻ ഈ പാർട്ടിയിലേക്ക് വരുന്നതിനൊരു കാരണമാണ്. കാരണം ഇന്നലെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, ഞാൻ പത്തനംതിട്ട പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ ആകെ ഒരു 10 പേരാണ് ഉള്ളത്. അതിൽ 5 or 6 സ്ത്രീകളാണ്. 4 പുരുഷന്മാരെ ഞാൻ അവിടെ കണ്ടുള്ളൂ. പുരുഷന്മാർ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, അതെല്ലാം സഹോദര തുല്യന്മാരാണ്. പക്ഷെ സ്ത്രീകൾ എവിടെയും പിന്നിലേക്ക് നിന്നാൽ മതി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ അവിടെ നിന്ന് വരുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, ഒരു സന്തോഷം. എല്ലാ മനുഷ്യന്മാർക്കും മനസ്സമാധാനമാണ് വേണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ 7ാം തീയതി 8ാം തീയതിയോട്ട് എനിക്ക് ആ മനസ്സമാധാനം തിരിച്ചു കിട്ടി. കാരണം ഞാനിന്നിപ്പോൾ കണ്ണൂർ വരുന്നത്, കണ്ണൂർ എൻ്റെ നാടും കൂടിയാണ്. എൻ്റെ അച്ഛൻ്റെ വീട് ചിറക്കലും അമ്മയുടെ വീട് ഇവിടെ കണ്ണൂരുമാണ്. പലർക്കും അറിയില്ല, അച്ഛൻ്റെ അമ്മാവൻ്റെ മകളാണ് അമ്മ. അപ്പം അങ്ങനെ കണ്ണൂരുമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമുണ്ട്. എൻ്റെ വീട്ടിൽ തെയ്യങ്ങളും ഒക്കെയുള്ള ഒരു അമ്പലമൊക്കെയുള്ള വീടാണ് എൻ്റെ. ഞാൻ മിക്കപ്പോഴും വരാറുണ്ട്, ആരോടും പറയാറില്ല, തിരിച്ചു പോവും, തൊഴുതിട്ട് തിരിച്ചു പോവും. അപ്പോൾ കണ്ണൂർ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ അപ്പുറത്തിരിക്കുന്നവർ ശക്തരാണെന്ന് ആര് പറഞ്ഞു? ഇപ്പോൾ കോൺഗ്രസിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കൂടെയുള്ള UDF കക്ഷികളുടെ കണ്ണു തുറപ്പിക്കലിനെ അവർക്ക് നിൽക്കുന്നുണ്ട്. പറയുമ്പോഴേക്കും ഏറാം മോളി സമ്മതിച്ചു കൊടുക്കുകയല്ലേ. പണ്ട് K. കരുണാകരൻ്റെ വീട്ടിലായിരുന്നു UDF ഉണ്ടായത്, തൃശ്ശൂർ പൂങ്കുന്നത്ത് ഓഫീസിൽ വെച്ചിട്ട്. അത് കണ്ടിട്ടുള്ള ആളും ഞാൻ തന്നെയാണ്. അന്ന് കോൺഗ്രസ് പറയുന്നതിനപ്പുറം ഒന്നും UDFൽ നടക്കില്ല. ഇന്ന് അവർ പറയണ കേട്ട് ഏറാം മോളിൽ നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാരാണ് അവിടെ ഉള്ളത്. അവരെ കൊണ്ടൊന്നും കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയില്ല. ആ കപ്പൽ മുങ്ങിത്തുടങ്ങി. മുങ്ങല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി AICC ആസ്ഥാനം അടച്ചു പൂട്ടേണ്ട സമയമായി. അത് കാരണം ഇത്രയും കാലമായിട്ട് ഒരു ഓഫീസ് പണിയാൻ പോലും സ്വന്തമായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, ഈ 60 കൊല്ലം ഭരിച്ചിട്ട് അവരെന്താ ചെയ്തേ? ഒരു സ്വന്തം ഒരു പാർട്ടി ഓഫീസ് ഡൽഹിയിലില്ല എന്ന് വേണമെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പല നേതാക്കളെയും അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട്. കഴിഞ്ഞ ഒരു 5 പ്രാവശ്യം ഞാൻ ഡൽഹി പോയിട്ട് എനിക്ക് ഒരു നേതാക്കളെ പോലും കാണാൻ കഴിഞ്ഞില്ല. കാരണം ശ്രീമതി സോണിയാഗാന്ധി പറയും അവർക്ക് വയ്യ, ആരെയും കാണുന്നില്ല. രാഹുൽ ഗാന്ധി പിന്നെ അവിടെ ഉണ്ടാവാറില്ല, പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തുകാരനായിട്ടുള്ളൊരു നേതാവിനെയാണ് കാണാൻ ഏറാം മോളിൽ നിൽക്കേണ്ടത്. കുറേ നിന്നു, കാരണം ഈ പ്രസ്ഥാനം വിട്ടു പോരാനുള്ളൊരു മടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു സങ്കടം പറയാൻ പോലും ആരുമില്ലാത്തൊരു സ്ഥിതിയായി. നമ്മളൊക്കെ സങ്കടങ്ങൾ പറയുമ്പോൾ അവർക്ക് പുച്ഛമാണ്. അതും എൻ്റെ വീട്ടിൽ വളർന്ന ആളുകളാണ് ഇവരൊക്കെ, എൻ്റെ സ്വന്തം സഹോദരന്മാരെമാരി വളർന്ന ആളുകളാണ്. അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ വല്ലാണ്ട് വേദനിക്കും. ഞാൻ അങ്ങനെ അതുകൊണ്ട് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ ഈ പാർട്ടി വിട്ട് പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തിരുന്നു. കാരണം എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. എന്നെ BJP മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ല എന്നെ തോൽപ്പിച്ചത് കൂടെ നടന്ന്, അത് പിന്നെ അവരുടെ ശീലമാണ്. കൂടെ നടന്ന് പറ്റിക്കുക എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു മുഖമുദ്രയാണ്. എൻ്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട്. പാവത്തിനെ ഇപ്പോൾ കൊണ്ട് കുളിപ്പിച്ച് കിടത്തിക്കോളും കോൺഗ്രസ്സുകാർ. കാരണം എന്നെ തോൽപ്പിക്കാൻ നിന്ന ആളുകളാണ് ആ ചുറ്റും നിൽക്കണത്. അപ്പം ആള് പാവം നോർത്തി ആ വടകര എന്നാ ജയിച്ചു പോയനെ. ഇവരുടെ എല്ലാം ഒരു എന്താ പറയുക, ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ശരിയാണ്. കരുണാകരൻ്റെ മക്കൾ അവർക്ക് വേണ്ട. അതിലാദ്യം എന്നെ പുറത്താക്കി, എങ്ങനെയെങ്കിലും ഓടിച്ചു വിട്ടു അവർ വിചാരിച്ച മാതിരി. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് സമാധാനം അവരറിയില്ല, അതറിഞ്ഞാൽ അവരെ ബോധം പിന്നെയും പോവും. പക്ഷെ K. മുരളീധരൻ അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാണ്. അത് കാരണം അദ്ദേഹത്തിന് ബുദ്ധി വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പോരും. കാരണം എൻ്റെ സഹോദരൻ എന്തായാലും നശിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിനുള്ളൊരു പരവതാനം കൂടി ഞാനിവിടെ വിരിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹം ഇപ്പം തൃശ്ശൂർ തന്നെ അവിടെ ഈ തോൽപ്പിക്കുന്ന ആളുകളെയൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാം. പല ജനങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പിന്മാറി കഴിഞ്ഞു, ഇലക്ഷൻ പ്രചരണത്തിന് ഇല്ല എന്ന് എന്നോട് പറഞ്ഞിട്ട്. എനിക്ക് അവിടെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ അതാ പറഞ്ഞേ, എൻ്റെ കൂടെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ.
അത് ഞാൻ കൊണ്ടുവന്നിരിക്കും. കാരണം വേറെ ഒന്നല്ല, അച്ഛൻ്റെ ചെറിയൊരു സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൂടെ നിന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അവിടെ നിന്ന് അവർ പാവങ്ങൾ നശിച്ചു പോകും. അപ്പം അതുകൊണ്ട് പതുക്കെ പതുക്കെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് മിനിഞ്ഞാന്ന് നിങ്ങൾ കണ്ടതൊക്കെ എൻ്റെ വലങ്കൈ ഇടങ്കൈയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനിയും വരും, ഇനി ഇഷ്ടംമാതിരി ആൾക്കാർ വരും. അവരൊക്കെ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയൊന്ന് നിൽക്കുകയാണ്. പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പലരും വരും. ഈ പറഞ്ഞവർ 2 മുഖ്യമന്ത്രിമാരുടെ മക്കളല്ല, ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കളുണ്ട് വരാൻ. അപ്പോൾ അതിൽ ആരാന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങൾ എന്നിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി. കാരണം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഇനി വരാൻ നിൽക്കുന്നതെന്ന്. കാരണം നമുക്ക് എൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ടത് വികസനങ്ങളാണ്. എൻ്റെ പിതാവ് ആരെയും നോക്കില്ല അക്കാര്യത്തിൽ. അദ്ദേഹം വികസനം കേരളത്തിന് ഇന്ന് ഓരോന്നെടുത്ത് നോക്കൂ. എവിടെയെങ്കിലും എനിക്ക് അതിശയം തോന്നിയത്, ആദ്യത്തെ ഒരു ഫ്ലാറ്റ് കൊച്ചിയിൽ വന്ന് മോൻ അവിടെ താമസിക്കാൻ വേണ്ടി ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ പോയപ്പോൾ ആദ്യത്തെ ഫ്ലാറ്റും തറക്കല്ലിട്ടത് കെ കരുണാകരനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ അച്ഛൻ ഇവിടെ എത്തിയോന്ന് ചോദിച്ചു. അതായത് ഏത് നല്ല കാര്യങ്ങൾക്കും തുടക്കമിട്ടിരുന്ന അദ്ദേഹമായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും മോദിയിലും ഞാൻ കണ്ട ഒരു സാമ്യം അതാണ്. ഒന്നിനെയും പേടിയില്ല, കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ ഭാരതമാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാം. കാരണം മക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ് വരും. അദ്ദേഹം എല്ലാവരെയും മക്കളായിട്ട് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇന്ത്യ, നമ്മുടെ കേരളം അങ്ങനെ കിടന്നാൽ മതിയോ? കെ കരുണാകരൻ്റെ കാലശേഷം ആരിവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്? ആർക്കും ചെയ്യാൻ താല്പര്യമില്ല. 5 കൊല്ലം കഴിഞ്ഞു അങ്ങ് പോവുക. പിന്നെ എൻ്റെ പിതാവ് എന്നെ ശപിക്കില്ല. കാരണം അദ്ദേഹം അനുഭവിച്ച കണ്ണീരും എല്ലാം കണ്ടത് ഞാൻ മാത്രമാണ്. അവസാനം അദ്ദേഹത്തിനെ നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഈ പാർട്ടിയിൽ നിന്ന് കിട്ടിയ അപമാനം, അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി പോലും വിട്ടു പോകാൻ കാരണം. അപ്പം കെ കരുണാകരൻ്റെ അവകാശം പറയാൻ ആരും വരണ്ട. നോക്കി എനിക്ക് തന്നെയാണ് അവകാശം. 17 കൊല്ലം എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു ദിവസം പോലും അച്ഛൻ്റെ അടുത്ത് മാറാത്ത മകളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് പറഞ്ഞോട്ടെ, എന്തായാലും നമ്മൾ ജന്മനാ അച്ഛനാവും. നമ്മളച്ഛൻ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. പക്ഷെ അവകാശവാദങ്ങൾ വേണ്ട, അത് മാത്രമേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം തൃശ്ശൂർ എൻ്റെ വീടിനെ പറ്റി വരെ പറയുന്നുണ്ട്. അത് അച്ഛൻ എനിക്ക് തന്ന വീടാണ്. പക്ഷെ ഞാൻ അന്ന് മര്യാദയുണ്ട്, ഈ ചേട്ടനോടുള്ള ഒരു വീക്ക്നെസ്സാണ് എൻ്റെ ഭാവി മുഴുവൻ തകർത്തത്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഇവിടെ വന്ന് വേറെ വീട്ടിൽ വന്നും തോന്നണ്ട, അത് ചേട്ടൻ്റെയും കൂടി പേരിൽ കിടന്നോട്ടെ, അതെന്തായാലും ഞാൻ വിൽക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിപ്പോൾ ഒരു അവകാശമായി ആൾക്ക്. ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ആരൊക്കെയോ വന്നിട്ട് കെ മുരളീധരൻ ഇവിടെ നിന്ന് താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തിൻ്റെ മാതിരി സങ്കുചിത മനസ്സില്ല. എൻ്റെ റൂമിൽ ഞാൻ കിടക്കും, ചേട്ടൻ വേണേ താഴെ വന്ന് കിടന്നോട്ടെ. അപ്പം ചേട്ടനൊരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾ മഹാസാനം എൻ്റെ കൂടെയുള്ളവരെ പിടിച്ചോണ്ട് പോകുന്നു. അതായത് കോൺഗ്രസ്സുകാർ വരുമല്ലോ അവിടെ, കോൺഗ്രസ്സുകാർക്ക് അവിടെ ആത്മബന്ധം എന്നോടാ. ഞാനല്ലേ തൃശ്ശൂർ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടത്. അല്ല, തമാശയ്ക്ക് പറഞ്ഞാണ്. അദ്ദേഹം ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു വൈരാഗ്യമൊക്കെ ഉള്ളിൽ വെച്ചാലും അതപ്പോൾ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പറയണത് നാളെ അദ്ദേഹത്തിന് മാറ്റി പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ഒരു ന്യൂസ് വായിച്ചു. കൊല്ലത്തുള്ളൊരു നേതാവാണ്. അതായത് എന്താ, നാറിയവരെയും ഇവരെയൊന്നും പിടിച്ചു കൊണ്ടുപോകാനേ പാർട്ടിക്ക് പറ്റുള്ളൂ എന്ന് വെച്ചു. അദ്ദേഹത്തോട് എനിക്ക് പറയുന്ന നേരെ ഒന്ന് കഷ്ടപ്പെട്ട ഒരു 10 പേര് ആ പാർട്ടിയിൽ പോകും. ആ പാർട്ടിയിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു MP ഉണ്ട്, അദ്ദേഹം എപ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട് ചാടുക നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരാൾ എന്നെ പറയാൻ വരണ്ട. ഞാൻ നല്ല അസലായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ഒരു നാറ്റമില്ലാണ്ട് ജീവിക്കുന്ന ആളാണ്. അവരെ തന്നെ നോക്കിയാൽ മതി. ഒന്നും വേണ്ട. അദ്ദേഹം താമസിക്കുന്ന ആ സ്ഥലം തൊട്ട് നീണ്ടകര തൊട്ട് ആ കൊല്ലം വരെ ഒന്ന് അദ്ദേഹം ഒരു 10 വരെ കിട്ടുമല്ലോ, എന്താ കിട്ടാത്തത്? അപ്പം അതിന് അസൂയ തോന്നിയിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ഇവരോടൊക്കെ എനിക്ക് ഏറ്റവും ഇതിൽ വന്നതിൽ സന്തോഷം, ഇത്രയും കാലമായി മനസ്സിൽ അടക്കി പിടിച്ച എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ആരെങ്കിലും ഇനി പറഞ്ഞാൽ അപ്പം ഞാൻ തിരിച്ചു കൊടുക്കും. കാരണം അത്രയധികം മനസ്സിന് സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ അവിടുന്ന് പടിയിറങ്ങിയത്. അത്രമാത്രം ഒരു സ്ത്രീനെ പറ്റി ഇനി പറയാനോ ബുദ്ധിമുട്ടിക്കാനോ, കാരണം അവർക്ക് ഞാൻ എവിടെ ചെല്ലുമ്പോഴും കെ കരുണാകരൻ്റെ മകൾ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന സ്നേഹവും അംഗീകാരം അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നെ ഒരു ഫ്ലെക്സിൽ വയ്ക്കില്ല, എന്നെ ഒരു പ്രോഗ്രാമിന് സ്റ്റേജിൽ കയറ്റില്ല. അങ്ങനെ വളരെയധികം എന്നെ കഷ്ടപ്പെടുത്തി. ഇപ്പം എനിക്ക് സമാധാനം എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇത്രയും കിട്ടിയതിന് എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമ്പോൾ ചെറിയൊരു സുഖം.
അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഏത് പാർട്ടിക്ക് എന്നോട് ചോദിച്ചു തിരിച്ചു വരുമോ, ഞാൻ തിരിച്ചു വരേണ്ട കാര്യം എന്താ? ഞാനൊരിക്കലും ഒരു തീരുമാനം, ഞാൻ എൻ്റെ പിതാവ് പോയിട്ട് പോലും പാർട്ടിയിൽ നിന്ന് പോകാത്ത ആളാണ്. കാരണം അന്ന് എന്നിട്ടും ഞാൻ പാർട്ടിയിൽ നിന്ന് അകന്ന് നിന്ന് എന്താ വെച്ചാൽ അച്ഛന് വിഷമം തോന്നണ്ട, അച്ഛനെ നോക്കുന്ന ഞാനാണ്. പക്ഷേ ഞാനൊരു തീരുമാനം എടുക്കാൻ വൈകിയ പക്ഷേ അതിന് 1 മിനിറ്റ് പിന്നെ ഞാൻ തിരിച്ചു പോക്കില്ല. എൻ്റെ മരണം വരെ ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ തുടരും. എൻ്റെ പണ്ട് ഇന്ദിരാഗാന്ധി എൻ്റെ ഓരോ തുള്ളി രക്തവും ഇനി പാർട്ടിക്ക് വേണ്ടിയായിരിക്കും. ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളാണ്. തൃശ്ശൂർ അവിടുത്തെ സ്ഥിതിഗതികൾ അറിയുന്നതുകൊണ്ട് ഞാൻ പറയാം, ഇപ്രാവശ്യം BJP അക്കൗണ്ട് തുറന്നിരിക്കും. അത് പിന്നെ അറിയാലോ, കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കളിക്കണം എന്ന് അറിയുന്ന ഒരു പാർട്ടിയാണ്. മറ്റേലിപ്പം നേതാക്കളില്ല. നേതാക്കൾക്ക് അന്നൊക്കെ 1-2 ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നങ്ങനെയല്ല. ഇന്നിങ്ങനെ ഓരോ നേതാക്കന്മാർക്കും ഗ്രൂപ്പാണ്. ഇതിലിപ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ ആലോചന, അയ്യോ അയാളോട് ചിരിച്ച ഇയാൾ പിണങ്ങോ, ഇയാളോട് ചിരിച്ച അവിടെ പിണങ്ങോ, ഇങ്ങനെ പേടിച്ചിട്ടാണ് പാവം പാർട്ടി പ്രവർത്തകരവിടെ ജീവിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഇഷ്ടമാതിരി അല്ല, നല്ലോണം ഒരു ഒഴുക്ക് തന്നെ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം എനിക്ക് കോൺഗ്രസ്സുകാരെ അറിയണവർ വേറെ ആർക്കും അറിയില്ല. ഞാൻ ജനിച്ചു വീഴുമ്പോൾ എൻ്റെ അച്ഛൻ MLA ആയിരുന്നു. അപ്പം അതുകൊണ്ട് സ്ഥാനമാനങ്ങളൊന്നും നോക്കിയിട്ടല്ല ഞാൻ വന്നത്. ഞാൻ നിരുപാധികം എന്തെങ്കിലും ഞാൻ സ്ഥാനം വേണമെന്ന് ഞാൻ ആരെങ്കിലും പറയട്ടെ. കാരണം സ്ഥാനങ്ങൾ കണ്ട് ഇതിനൊക്കെ ഇത്രേ വിലയുള്ളൂ, ഇന്ന് ഇരുന്നവരല്ല നാളെ ഇരിക്കണമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇവരൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ എല്ലാവർക്കും ആ പാർട്ടിയിൽ നിന്നപ്പോഴും അല്ലാണ്ടും സാധാരണ ജനങ്ങൾ 9 വയസ്സ് തൊട്ടുള്ള 90 വയസ്സുള്ളവർക്ക് ഞാൻ പത്മേച്ചി, ഞാൻ ഇനി പത്മേച്ചിയായിട്ട് നിങ്ങളുടെ ഇടയിലുണ്ടാവും. എന്താവശ്യത്തിനും ഒരു സഹോദരിയെ വിളിക്കുന്ന മാതിരി എന്നെ വിളിക്കാം, എന്നെക്കൊണ്ട് പറ്റണ മാതിരി. വ്യക്തിബന്ധങ്ങൾ ഏറ്റവും അധികം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏതായാലും നിങ്ങളുടെയൊക്കെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.